നഗരത്തിൽ നവരാത്രി ആഘോഷങ്ങളെ പിന്നെ ലൈറ്റ് കൊണ്ടുള്ള പരിപാടിയൊന്നും തുടങ്ങിയിട്ടില്ല. ചിലപ്പോൾ നാളെ ആകുമ്പോൾ തുടങ്ങുമായിരിക്കും. ഇത് ഫസ്റ്റ് ദിവസം കേട്ടോ. പക്ഷെ ആളുണ്ട്, ടൗണിലേക്ക് ആൾ ഇറങ്ങിയിട്ടുണ്ട്. ഇത് കാണാൻ വേണ്ടിയിട്ട്, കാഴ്ചകളൊക്കെ കാണാൻ വേണ്ടിയിട്ട്. നോക്കുമ്പോൾ ഇവിടെ ഫുൾ കാര്യമാണ്, ഒന്നുമില്ല, ഇവിടെ ഒന്നും പരിപാടി തുടങ്ങിയിട്ടില്ല. ഇതെല്ലാം സാധാരണ വെച്ചാൽ ലൈറ്റെല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ നാളെ ആയിരിക്കും ഇതിൻ്റെ വിശദമായിട്ടുള്ള പരിപാടിയെല്ലാം നാളെ മുതലേ ഉണ്ടാവുക. ഇവിടുന്ന് ദസറക്ക് പറഞ്ഞ പോലെയാണ്. അങ്ങ് നമ്മൾ ബാംഗ്ലൂരിലും മൈസൂരിലൊക്കെ പോയ പോലെ ദസറ കാണാൻ വേണ്ടി പോയ പോലെയുള്ള ഒരു ഇതുണ്ടാവും. പക്ഷേ ഇത് കണ്ണൂർ ഫസ്റ്റ് ദിവസം ആയതുകൊണ്ട് കോർപ്പറേഷൻ മാത്രം കുറച്ച് നല്ലൊരു കുറച്ച് നല്ല അലങ്കാരമായിട്ട് ചമയിച്ചിട്ട് കാണാം. ലൈറ്റ് കൊണ്ടും പറ്റില്ല. ഇങ്ങനെ ആയി വരുന്നത്രേ ഉള്ളൂ. ലൈറ്റിൻ്റെ പരിപാടിയെല്ലാം ഇനി ആയി വരുന്നത്രേ ഉള്ളൂ. നാളെയാണ് ഇതിൻ്റെ ശരിയായ ഇത് നമുക്ക് കാണാം. അപ്പോൾ നമുക്കിപ്പം കൊച്ചിയിൽ കാഞ്ചി കാമാക്ഷി ക്ഷേത്രമുണ്ട്. പിന്നെ ദസറ ഇതിനുള്ളിലാണ് കേട്ടോ. ഒന്നും ആയിട്ടൊന്നുമില്ല. നാളെ അതൊന്ന് സ്റ്റാർട്ട് ചെയ്യാൻ തോന്നുന്നു. ഇപ്രാവശ്യം എന്താ സ്റ്റേജ് ഉണ്ടെങ്കിൽ നാളെ ഒന്ന് ഉദ്ഘാടനം. തെക്കി ബസാറ് ഞെട്ടിച്ചാണ് കേട്ടോ. ഒന്ന് വേറെ തന്നെ. കോർപ്പറേഷൻ കണ്ട അടിപൊളിയാക്കില്ല. കണ്ണൂർ ഒന്നും പരിപാടി തുടങ്ങിയില്ല കേട്ടോ. ഇന്ന് നവരാത്രി ആരംഭിക്കുവാണ്. പ്രിയ ഗുരുജനങ്ങളെ നല്ല നമസ്കാരം. നമ്മളിപ്പോൾ ഉള്ളത് കണ്ണൂർ ജില്ലയിലാണ്. കണ്ണൂർ ജില്ലയിൽ കണ്ണൂർ ടൗണിൽ തന്നെയാണുള്ളത്. കാസർഗോഡായിരുന്നു ഉണ്ടായിരുന്നത്, ഇങ്ങോട്ടേക്ക് വന്നതാണ്. അവിടെ കുറേ ക്ഷേത്രങ്ങൾ കാസർഗോഡ് ചെയ്യാനുണ്ട്. അപ്പം ഓരോ കുട്ടികൾ നമ്മളെ ക്ഷണിച്ചിട്ട് അങ്ങനെ പറഞ്ഞു തന്നിട്ടും കാണിച്ചു തന്നിട്ടും വിളിച്ചു വർത്തും എല്ലാം പോകുന്നതാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇതുവരെ കാണാത്തതും കേൾക്കാതെ പറയാതെ ഒത്തിരി ക്ഷേത്രങ്ങൾ കാസർഗോഡ് ജില്ലയിലുണ്ട്. അപ്പോൾ അത് ഇങ്ങനെ ഓരോ സ്ഥലങ്ങളിൽ പോകുമെന്ന് വള്ളൂർ എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരുന്നത്. നീലേശ്വരം വള്ളൂർ ഭാഗത്താണ് ഇപ്പോൾ ഉള്ളത്. ഇപ്പോൾ നമ്മൾ കണ്ണൂർ നവരാത്രി മഹോത്സവത്തിനനുബന്ധിച്ച് വന്നതാണ് കേട്ടോ. നമ്മളിപ്പോൾ എഡിറ്റിങ് ഇപ്പോൾ ഏകദേശം എല്ലാം കണ്ണൂരിൽ തന്നെ ആക്കിയിട്ടുള്ളത്. ഒരു ചെയ്യേണ്ട ഒരു സംവിധാനം സ്റ്റുഡിയോ എല്ലാം ഇവിടെ തന്നെ ആക്കിയിട്ടുള്ളത്. അപ്പോൾ ചെയ്യേണ്ട കൂട്ടരെല്ലാം ഇങ്ങോട്ടേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള കൂട്ടരെല്ലാം ചെയ്ത് ഇവിടെ തന്നെയാണ് ചെയ്യുന്നത്. ഹോമി മാത്രം അങ്ങനെ ഹിമാചലിൽ നിന്നെല്ലാം ചെയ്ത് അയച്ചു തരും.
അങ്ങനെയാണ്. ഓരോ ഭാഗം എത്തിക്കണ്ടിച്ച് എത്ര ബുദ്ധിമുട്ടുണ്ടെന്ന് അറിയാം. എല്ലാ ഭാഗത്തും പോയിട്ട് കുട്ടികളങ്ങനെ നഞ്ഞിട്ട് ഓടുകയാണ്. നമ്മൾ 8 പേരുണ്ടായത് ഇപ്പോൾ 6 പേരായി കേട്ടോ. 2 പേര് ജോലിക്ക് പോയി. ഇപ്പം 2 സ്ത്രീകളും 2 പുരുഷന്മാരും 4 പുരുഷന്മാരും ഉള്ളത്. എന്നുണ്ട് ഇവിടെ നല്ല അടിപൊളിയൊക്കെ വെച്ചിട്ടുണ്ട്. എന്താണെന്ന് അറിയില്ല. നമുക്കൊന്ന് റൗണ്ട് അടിച്ച് വരാമെന്ന് വെച്ചിട്ടാണ് കേട്ടോ. മത്സര രൂപത്തിൽ എല്ലാം കുറേ കാലമായിട്ട് പ്രഥമ സ്ഥാനം നശിച്ചുപോയി. ഇപ്പോഴും അത് വീണ്ടും ഒരു തിരിച്ചു വരുന്ന ഒരു പാതയിലേക്കാണ് നമുക്കെല്ലാവരും നമ്മൾ മനസ്സിലാക്കുന്നത്. അതിന് സർക്കാരിൻ്റെ ഭാഗത്തും ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തും വലിയ സഹായം ഈ വർഷം വളരെയധികം ഗുണമായ ആഘോഷ പരിപാടികളിൽ കണ്ണൂർ നഗരം ഈ പ്രാവശ്യം നവരാത്രി ഫസ്റ്റ് ദിവസം ആയതുകൊണ്ട് ഉറങ്ങിയ പോലെയാണുള്ളത്. ഇനിയിപ്പോൾ നാളെ മുതലെല്ലാം ഓക്കെ ആവും. എല്ലാവരും നാളെ വായോ കണ്ണൂരിലേക്ക്. കണ്ണൂരിൽ കാണേണ്ട കാഴ്ചകൾ വരാൻ വേണ്ടി പോകുന്നതേ ഉള്ളൂ. കണ്ണൂർ കഴിഞ്ഞ പ്രാവശ്യം സൂപ്പറാണ്, ഈ പ്രാവശ്യം അതിലും സൂപ്പറായിരിക്കും. അതുകൊണ്ടാണ് പറഞ്ഞത് കേട്ടോ. ഇപ്പോൾ നമ്മൾ പോകുന്നത് ശ്രീ കാഞ്ചി കാമാക്ഷമ്മ ക്ഷേത്രം താഴെ ചൊവ്വ കേട്ടോ. ഫസ്റ്റ് ദിവസം ആയതുകൊണ്ട് പോകുന്നതാണ്. അവിടെ ക്ഷണിച്ചിട്ടുണ്ടായിരുന്നു എന്നെ. ശ്രീകൃഷ്ണ ജയന്തിക്ക് ക്ഷണിച്ചതായിരുന്നു. അപ്പോൾ പിന്നെ നോക്കട്ടെ, ജസ്റ്റ് ഒന്ന് പോയി നോക്കാം. എന്തായാലും അവിടെ ഇവിടെ ആയിട്ടല്ല എപ്പോഴും കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടായിട്ടുണ്ട്. ഇനിയിപ്പം നമുക്ക് അടുത്ത വർഷം ഇതുപോലെ ഉണ്ടാവാൻ ചിലപ്പോൾ സാധിക്കുമെന്ന് വരില്ല. അതുകൊണ്ടാണ് ഈ പ്രാവശ്യം നമ്മൾ മുഴുവനൊന്ന് കണ്ടാളയാന്ന് കരുതി. നമുക്ക് വേഗം പോയിട്ട് താഴേക്ക് പോവാം. യാദവ തെരു തീർത്ഥള്ളി എന്ന് പറഞ്ഞ ദേശത്താണ് ആ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. നമ്മളിപ്പോൾ തെക്കി ബസാറിൽ കണ്ട പോലെ, തെക്കി ബസാർ ശ്രീ കാഞ്ചി കാമാക്ഷമ്മ ക്ഷേത്രത്തിൽ കണ്ടപ്പോൾ തന്നെയാണ്. കഴിഞ്ഞ പ്രാവശ്യം അവർ ഞെട്ടിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്രാവശ്യം എന്താണെന്ന് അറിയില്ല. ജസ്റ്റ് അതുകൊണ്ട് ഞാൻ ഒന്ന് പോയി നോക്കുന്നു കേട്ടോ. പോയി നോക്കാം. നമുക്ക് അടിപൊളിയാണെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും നാളെയും നമുക്ക് പോവാം. അല്ലെങ്കിൽ നാളെ പറ്റില്ല, മറ്റന്നാൾ പോവാം. 23-ാം തീയതി പോകാമെന്നാണ് പറഞ്ഞത്. പക്ഷേ 23-ാം തീയതി പറ്റില്ല. 23-ാം തീയതി ഐലൻഡ് ശ്രീ മുത്തപ്പൻ മടപ്പുര ക്ഷേത്രത്തിൽ അവിടെ മുത്തപ്പനുണ്ട്. അതുകൊണ്ട് ആ കാഴ്ചകളൊന്ന് കാണണം. സാധാരണ നമ്മൾ കണ്ണൂർ വന്നു കഴിഞ്ഞാൽ നമ്മൾ ഏറ്റവും കൂടുതൽ നമ്മൾ ഉണ്ടാവുന്നതും നമ്മളെ സഹായിക്കുന്ന വള്ളുവൻകടവ് ശ്രീ മുത്തപ്പൻ മടപ്പുര ക്ഷേത്രവും ഐലൻഡ് ശ്രീ മുത്തപ്പൻ മടപ്പുര ക്ഷേത്രവും. അവരുടെ തന്നെ ഞാൻ കൂടുതലും കണ്ണൂർ വന്നു കഴിഞ്ഞാൽ ഞാൻ ഉണ്ടാവാറ്. കാരണം നല്ല പോസിറ്റീവ് മൈൻഡുള്ള ഒരുപാട് നല്ല മനുഷ്യരാണ് അവിടെയുള്ളത്. അവിടെ വള്ളുവൻകടവ് ശ്രീ മുത്തപ്പൻ മടപ്പുര ക്ഷേത്രം, പ്രത്യേകിച്ച് രവിയേട്ടനൊക്കെ അതിൻ്റെ മാനേജറായിരിക്കുന്ന രവിയേട്ടൻ, ഇപ്പോഴുള്ള രാഹുൽ, ഒന്നും പറയാനില്ല. എന്ന് വെച്ചാൽ അവരെല്ലാം എന്ന് വെച്ചാൽ നല്ല ഫുൾ സഹകരണം ഇതെല്ലാം. പിന്നെ അതിൻ്റെ നമ്മളെ ക്ഷേത്രത്തിലെ കാരണവരായിരിക്കുന്ന ശ്രീ മുകുന്ദാട്ടൻ, അദ്ദേഹം എന്ന് വെച്ചാൽ ഒരുപാട് അദ്ദേഹം ഈ കൈ കൊണ്ട് കൊടുക്കുമ്പോൾ ഈ കൈ കൊണ്ട് അറിയിക്കില്ല, അങ്ങനത്തെ ഒരു മനുഷ്യനാണ്. നമുക്ക് ക്യാമറ വാങ്ങിത്തന്നത് ഞാൻ പറഞ്ഞില്ലേ മുമ്പിട്ട് 10,75,000 രൂപേൻ്റെ ക്യാമറയാണ് വാങ്ങിത്തന്നത്. നമുക്ക് ചിത്രീകരിക്കുമ്പോൾ നമ്മൾ ചെയ്യുന്ന നല്ല പരിപാടി നല്ല പ്രവൃത്തിയാണെന്ന് തോന്നിയുകൊണ്ട് മാത്രം അവർ ചെയ്തു തന്നത് കേട്ടോ. നമ്മൾ ഒരുപാട് ക്ഷേത്രങ്ങൾക്ക് അതുകൊണ്ട് ഗുണമുണ്ടാവും, ഒരുപാട് സാധാരണ മനുഷ്യന്മാർക്കും അതിനെക്കൂടെ ഗുണമുണ്ടാവും.
എന്നവർ മനസ്സിലാക്കിയതുകൊണ്ട് നമ്മളെ സഹായിച്ചതാണ്. പിന്നെ ഞാൻ ഒത്തിരി കാലമായില്ല ഇതിൻ്റെ പിന്നാലെ കഷ്ടപ്പെടുന്നത്. അതെല്ലാം കണ്ടുകൊണ്ടും ഞാനൊരാവശ്യം പറഞ്ഞപ്പം തീർച്ചയായിട്ടും അവർ ഒരു മടിയും കൂടാതെ എനിക്കത് സാധിപ്പിച്ചു തന്നു. എനിക്കൊരു ക്യാമറ വാങ്ങി തന്നു. ഞാൻ മുത്തപ്പൻ്റെ കയ്യിൽ കൊണ്ടു കൊടുത്തു. ആ വീഡിയോ ഒക്കെ നമ്മളെ ചാനലിൽ പോയി കഴിഞ്ഞാൽ കാണാൻ പറ്റും. പിന്നെ ഒത്തിരി എൻ്റെ വ്യൂസ് തന്നെ നല്ല എനിക്ക് കിട്ടിയ, മറ്റുള്ളവർക്ക് കിട്ടിയ പോലെയൊന്നും എനിക്കറിയില്ല, പക്ഷേ എനിക്ക് കിട്ടിയ ഒത്തിരി നല്ല മനുഷ്യരെ നമുക്ക് കിട്ടിയത്. എന്നെ എല്ലാ രീതിയിലും എന്നെ സപ്പോർട്ട് ചെയ്യുന്ന വ്യൂസാണ്. എന്നെ ഇത്രയും പേര് എത്തിച്ചു അവർ തന്നെയാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വലിയ ഇതിനെപ്പറ്റിയൊന്നും ഒരു ഐഡിയ ഇല്ല. അവതാരം മറ്റുള്ള കൂട്ടർ പറയുന്ന പോലെ അവതരിപ്പിക്കാനുള്ള ഒരു ഇതൊന്നും അറിയില്ല. നമ്മൾ മറ്റൊരവസ്ഥയിൽ നിന്ന് ഈ ഒരു അവസ്ഥയിലേക്ക് വന്നതാണ്. നമ്മൾ അറ്റ്ലീസ്റ്റ് 4 പേർക്ക് തണലിട്ട് നമ്മുടെ ഒരു മരം നടുക, അതിൽ നിന്ന് 10 പേർക്ക് ഗുണമുണ്ടാകുമ്പോൾ ആയിക്കോട്ടെ എന്ന് കരുതിക്കൊണ്ട് മാത്രം നമ്മൾ അതിന് ഇറങ്ങി പ്രവർത്തിക്കുന്നതാണ്. പിന്നെ എൻ്റെ ഏറ്റവും വലിയൊരു ആഗ്രഹമായിരുന്നു 5 കൈലാസവും കാണണമെന്ന്. പക്ഷേ 5 കാണാൻ പറ്റുമെന്ന് എനിക്കറിയില്ല, വലിയ എമൗണ്ട് ആവും. അപ്പോൾ അതൊന്നും പറ്റില്ല. എന്തായാലും ഞാൻ ഒരു കൈലാസമെങ്കിലും ഇനി ഒരിക്കലും കൂടി കാണും എന്നുള്ള പ്രതീക്ഷയിലാണ്. ഇത് നവരാത്രി ആയതുകൊണ്ട് കണ്ണൂർ മേലെ ചൊവ്വ മഹാദേവ ക്ഷേത്രം കേട്ടോ. ക്ഷേത്രങ്ങളെല്ലാം നവരാത്രി നാളായതുകൊണ്ട് എല്ലാം ഒരുക്കത്തിലാണ്. ഞാൻ നിങ്ങൾക്ക് പിന്നെ പിള്ളിയാർ കോവിൽ, മുനീശ്വൻ കോവിൽ ഒക്കെ ഉണ്ട്. ഞാനതൊന്നും കാണിച്ചു തന്നിട്ടില്ല. അത് നാളെ ഒക്കെ കാണിക്കാൻ വെച്ചിട്ടാണ്. എന്നാൽ നമുക്ക് കാഴ്ചകൾ അവിടെ എത്തിയിട്ട് കണ്ടിട്ട് സംസാരിക്കാം കേട്ടോ. പിന്നെ എല്ലാം ഇതായിപ്പോയി കഴിഞ്ഞാൽ ഒന്നും കാണാൻ പറ്റാണ്ടായിപ്പോൾ. ഞാൻ വെച്ച ആളെ പോക്ക് കണ്ടപ്പം വെച്ചു ഹനുമാൻ ഗിയറുള്ള വണ്ടി അങ്ങനത്തെ വന്നാൽ അതിന് വിട്ട് കഴിഞ്ഞാൽ മേലെ കൂടെ പറന്നു പോകാലോ. അങ്ങ് ഫുൾ മൊത്തം അങ്ങനത്തോളം ബ്ലോക്കാണ്. ഇനി എന്ത് തിരക്കൂട്ടിലുണ്ടോ കാര്യം ഉണ്ടാവുമായിരിക്കും അല്ലേ? നമുക്കറിയാതെ വിഷയത്തിൽ നമ്മൾ സംസാരിക്കേണ്ട ആവശ്യമില്ല. അമ്മയുടെ തിരുസന്നിധിയിൽ നവരാത്രിയുടെ മംഗളങ്ങൾ നേടാനായി എത്തിച്ചേർന്നുകൊണ്ടിരിക്കുന്ന എല്ലാ ഭക്തജനങ്ങൾക്കും നവരാത്രി ആശംസകളോടെ ചുമ്മാ ക്ഷേത്രത്തിയാൻ റെയിൽവേ ക്രോസ് ഉണ്ട്, അത് കഴിയണം. അത് കഴിഞ്ഞിട്ട് വേണം അപ്പുറത്താൻ. ഇവിടെയുള്ള കമ്മിറ്റിക്കാർ എന്ന് വെച്ചാൽ വേറെ ലെവലാണ് കേട്ടോ. ഇവിടെയും നമ്മുടെ തെക്കി ബസാർ കാണിച്ചില്ല. പക്ഷേ കാമാക്ഷമ്മ ക്ഷേത്രത്തിൽ എനിക്കൊരു ഇഷ്ടം തോന്നാതായിപ്പോയതെന്ന് വെച്ചാൽ 2 സ്ഥലത്താണ്. ഒന്ന് മാനന്തവാടിയുള്ള, അത് നമ്മളൊരു ക്ഷേത്രം മൊത്തം